ഇന്നിവിടെ തൃശ്ശൂർ വന്നിട്ടുള്ള ആദ്യത്തെ ദിവസമായിരുന്നേ. രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ ഫസ്റ്റ് പോയത് ഭാരത് ഹോട്ടലിലായിരുന്നു. ഈ ഒരു ഹോട്ടൽ ഇവിടെ പണ്ട് മുതലേ ഉള്ളത് തന്നെയാണ്. നമ്മൾ അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേനും നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ ഇരിക്കാൻ ഒരു സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. നമുക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് നമ്മൾ അധികം നേരം കാത്തു നിൽക്കാനൊന്നും നിന്നില്ല. അതിന് ഓപ്പോസിറ്റ് ഉള്ള ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് ഓർഡർ ചെയ്തിട്ട് കുറച്ചു നേരം അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞു തന്നിട്ട് നമ്മൾ നമ്മുടെ സ്ഥിരം കലാപരിപാടികളിലേക്ക് പോയി. സ്ഥിരം കലാപരിപാടികൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഫോട്ടോ എടുപ്പ്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം ഇങ്ങനെ എത്തി. ഞാൻ ഓർഡർ ചെയ്തത് ചോലെ ഭട്ടൂര ആയിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് കേൾക്കുമ്പോഴേ ആദ്യം ഓർമ്മ വരുന്നത് വടക്കുന്നാഥൻ ക്ഷേത്രം, പാറമേക്കാവ് ഇതൊക്കെയാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തൃശ്ശൂർ അറിയപ്പെടുന്നത് ഒരു കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള എന്നാണ്. തൃശ്ശൂർ വരാൻ പ്ലാൻ ഇട്ടപ്പോഴേ ആദ്യമേ മൈൻഡിലുണ്ടായിരുന്നത് ഈ രണ്ട് ക്ഷേത്രങ്ങളാണ്. എനിക്ക് തൃശ്ശൂർ ഈ ഒരു ഏരിയ ഒക്കെ കാണുമ്പോൾ എന്തോ ഒരു ഐശ്വര്യമുള്ള നാടെന്നൊക്കെ തോന്നും. കുഞ്ഞിലെ മുതൽക്ക് തന്നെ ഞാൻ കുറേ പ്രാവശ്യം തൃശ്ശൂർ വന്നിട്ടുണ്ട്. അതെല്ലാം ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഓരോന്നും നോക്കി കാണുന്നതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടായിരിക്കും നമ്മൾ വലുതാകുമ്പോൾ. പിന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് കുഞ്ഞിലെ ഉണ്ടാകുന്ന ഇഷ്ടങ്ങളൊന്നും ആയിരിക്കില്ല വലുതാകുമ്പോൾ. പിന്നെ കുറച്ചു നേരം നമ്മൾ ഈ ഒരു സ്ഥലത്ത് തന്നെ ടൈം സ്പെൻഡ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെ കുറേ സ്ഥലങ്ങളിലൂടെ പോകാനുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതുമെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ നല്ലവണ്ണം ക്ഷീണിച്ചു. ഏപ്രിൽ മാസം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ലഞ്ചൊക്കെ കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് വൈകിട്ടത്തെ പരിപാടി നോക്കാന്ന്. ഈ കട്ടിലെ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കട്ടിലേന്ന് എഴുന്നേക്കാൻ കുറച്ച് പാടാം. അങ്ങനെ വൈകുന്നേരം ആയപ്പം കട്ടിലേന്ന് എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് നമ്മളൊരു കഫേ പോവാന്ന് തീരുമാനിച്ചു. നമ്മൾ പോകുന്ന ഈ സ്ഥലങ്ങളെല്ലാം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു വെക്കും. രാവിലെ എവിടെ പോകും, ഉച്ചയ്ക്ക് എവിടെ പോകും, വൈകിട്ട് എവിടെ പോകും, അങ്ങനെ എല്ലാം വെൽ പ്ലാൻഡ് ആയിരിക്കും. അങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽസ് മാത്രം കണ്ട് നമ്മൾ പോയ ഒരു കഫേയാണ് വോക്ക് സ്ട്രീറ്റ്. അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെയുള്ള ഒരു കഫേ. അങ്ങനെ അവിടെ കുറെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അതൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. കുറെ നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. അങ്ങനെ ഒരു അടിപൊളി ദിവസം അവിടെ അവസാനിച്ചു. അപ്പൊ അത്രയൊക്കെയുള്ള കാര്യങ്ങള് ഇനി നമുക്ക് പിന്നെ കാണാം. ബൈ.